നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 3 ആണ്. പാർട്ട് 1ഉം 2ഉം ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് 13 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 60ാമത് സ്കൂൾ യുവജനോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏത്? പാലക്കാട് ജില്ല. അടുത്ത ചോദ്യം, ബാലവേല ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര? റഗ് മാർക്ക്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ഉപഗ്രഹ ചാനൽ, ദ ഫസ്റ്റ് പ്രൈവറ്റ് സാറ്റലൈറ്റ് ചാനലാണ് ഏതാണെന്നാണ് ചോദ്യം. ഏഷ്യാനെറ്റ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് സാറ്റലൈറ്റ് ചാനൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് CTV. അടുത്ത 4ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏത്? കാസർഗോഡ് ജില്ല. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ പട്ടണം? കോട്ടയം. 6ാമത്തെ ചോദ്യം, യക്ഷഗാനം ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ്? കർണാടക. 7ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നിർമ്മിച്ച രാജ്യം? ജർമ്മനി. 8ാമത്തെ ചോദ്യം, ആഴക്കടൽ മത്സ്യബന്ധന ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത? KC രേഖ. 9ാമത്തെ ചോദ്യം, അന്ത്യോദയ അന്ന യോജന പദ്ധതി ആദ്യമായി ആരംഭിച്ചത് എവിടെയാണെന്നാണ്? രാജസ്ഥാൻ. ഈ അന്ത്യോദയ അന്ന യോജന സ്കീം എന്ന് വെച്ചാൽ നമ്മുടെ APL BPL കൂട്ട് തന്നെ നമ്മുടെ BPLക്കാരെ കാട്ടിലും താഴെ വരുന്ന പുവറസ്റ്റ് ഫാമിലീസ് ആണ് ഈ ഒരു കാറ്റഗറിയിലുള്ളത്. ഈ ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്തത് ഡിസംബർ 25, 2000 10ാമത്തെ ചോദ്യം, ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ റാങ്ക് എന്താണ്? 139. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ചണം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സംസ്ഥാനം? വെസ്റ്റ് ബംഗാൾ. 12ാമത്തെ ചോദ്യം, ലോക ടെലിവിഷൻ ദിനം നവംബർ 21. 13ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്? മുഴപ്പിലങ്ങാടി ബീച്ച്. 14ാമത്തെ ചോദ്യം, കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം? 6. 15ാമത്തെ ചോദ്യം, മജൂളി ദ്വീപ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബ്രഹ്മപുത്ര. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിവർ ഐലൻഡാണ് ഈ മജൂളി ഐലൻഡ്. ഇത് ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത 16ാമത്തെ ചോദ്യം, LPG സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനായി ഇന്ത്യൻ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി? സഹജ്. 17ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി? KR ഗൗരി. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ റവന്യൂ മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചാലും KR ഗൗരി തന്നെയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏത് ജില്ലയിലാണ് കുടുംബശ്രീ മിഷൻ ആദ്യം ആരംഭിച്ചത്? മലപ്പുറം ജില്ല. അടുത്ത ചോദ്യം, ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ദ നാഷണൽ യൂത്ത് ഡേ എന്നാണ് ചോദ്യം. ജനുവരി 12. അടുത്ത ചോദ്യം, ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്? കാനറ ബാങ്ക്. 21ാമത്തെ ചോദ്യം, പഴശ്ശിവാനി പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ചന്ദ്രഗിരി പുഴ. അടുത്ത ചോദ്യം, എപ്പോഴാണ് പോസ്കോ നിയമം പാസാക്കിയത്? 2012. അടുത്ത ചോദ്യം, ഇന്ത്യൻ ലൈബ്രറി സയൻസിൻ്റെ പിതാവ്?
ദ ഫാദർ ഓഫ് ഇന്ത്യൻ ലൈബ്രറി സയൻസ്? SR രംഗനാഥൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പാൽപാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഹരിയാന. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂവ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ജമ്മു ആൻഡ് കാശ്മീർ. 26ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏത് ജില്ലയിലാണ് ബ്രഹ്മഗിരി കുന്ന് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ല. 27ാമത്തെ ചോദ്യം, UPSCയുടെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണ്? ദ സ്മാളസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ കേരള? പാമ്പാടും ഷോല. അടുത്ത 29ാമത്തെ ചോദ്യം, പെൺകുട്ടികളുടെ അന്താരാഷ്ട്ര ദിനം ഏത് ദിവസമാണ്? ദ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ്? ഒക്ടോബർ 11. 30ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ വനിതാ IPS ഓഫീസർ? R ശ്രീലേഖ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ വനിതാ IPS ഓഫീസറാണെന്ന് ചോദിച്ചാൽ കിരൺ ബേദി. അപ്പോൾ ഇത്രയാണ് ടോപ്പ് 13 ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 3. പാർട്ട് 1ഉം 2ഉം കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.